കല്ലുവാതുക്കൽ സമുദ്ര ലൈബ്രറി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബും തൊഴിൽ പരിശീലനവും ഗുണമേന്മ വിദ്യാഭ്യാസവും നൽകുന്ന അനൗപചാരിക വിദ്യാഭ്യാസ സ്ഥാപനമായ ജൻ ശിക്ഷൺ സംസ്ഥാൻ സംയുക്തമായി നടത്തുന്ന ബേക്കറി വിഭവങ്ങൾ നിർമ്മിക്കുവാൻ പഠിപ്പിക്കുന്ന സൗജന്യ ഫുഡ് പ്രോസസ്സിംഗ് കോഴ്സ് ഉദ്ഘാടനം ചെയ്തു. 2025 ഫെബ്രുവരി 26 ബുധനാഴ്ച വൈകുന്നേരം 3 മണിക്ക് കല്ലുവാതുക്കൽ സമുദ്രതീരം മതേതര വയോജന കേന്ദ്രത്തിൽ വെച്ച് നടന്ന ഉദ്ഘാടന യോഗം ഇത്തിക്കര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് MK ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു സംസാരിച്ചു. സമുദ്ര ചാരിറ്റബിൾ സൊസൈറ്റിയിലെ കുടുംബാംഗങ്ങൾ, പ്രിയമുള്ളവരെ, ഏറെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഒട്ടേറെ ചാരിറ്റി പ്രവർത്തനങ്ങളാണ് സമുദ്ര ചാരിറ്റബിൾ സൊസൈറ്റി നടത്തുന്നത്. ഒട്ടേറെ പേരുടെ ജീവിത ആഗ്രഹങ്ങൾ അന്ത്യകാലങ്ങളിൽ സാക്ഷാത്കരിക്കുക മാത്രമല്ല, മറ്റ് പല മേഖലകളിലും വായനശാല, ലൈബ്രറി അടക്കം ഒട്ടേറെ മേഖലയിൽ ഇടപെട്ടുകൊണ്ടിരിക്കപ്പെടുകയാണ്. വ്യത്യസ്തമായ കാഴ്ചപ്പാടും സമീപനവും സമുദ്ര ചാരിറ്റബിൾ സൊസൈറ്റി സ്വീകരിക്കുന്നു എന്നുള്ളത് നമുക്ക് അതിൻ്റെ ഭാരവാഹികളെ അഭിനന്ദിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. ഒന്നാമതായി, നമ്മൾ ഇത്തരത്തിൽ ഇവിടുത്തെ കുടുംബാംഗങ്ങൾ മറ്റ് മേഖലയിൽ നിന്ന് വ്യത്യസ്തങ്ങളാണ്. ഒരുപക്ഷെ ഇത്തരത്തിലുള്ള സന്നദ്ധ പ്രവർത്തനങ്ങളിൽ ഭക്ഷണവും വസ്ത്രവും മാത്രം കൊടുക്കുക എന്ന നിലപാട് സ്വീകരിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായി നമ്മുടെ ജീവിതത്തിൽ മറ്റൊരു കുടുംബത്തിലേക്ക് വരുമ്പോൾ അവർക്ക് മാനസികമായ സന്തോഷം പകരുക എന്നുള്ളത് പുതിയ പാലിയേറ്റീവ് നയത്തിൻ്റെ ഭാഗമായി ലോകത്തെല്ലാം ആരംഭിക്കുമ്പോൾ അതിനോടൊപ്പം തന്നെ നമ്മുടെ ചാരിറ്റി പ്രവർത്തനത്തിന് കൂടുതൽ ഭംഗിയായി പ്രവർത്തിക്കുന്നു എന്നുള്ളത് ഈ അവസരത്തിൽ സൂചിപ്പിക്കുകയാണ്. ഫുഡ് പ്രോസസ്സിംഗ് പരിശീലനം കൊടുക്കുക എന്നുള്ളത് ജൻ ശിക്ഷൺ സംസ്ഥാൻ്റെ സഹായത്തോടുകൂടി സൗജന്യമായി അതിന് ഭൗതിക സാഹചര്യം ഒരുക്കുകയാണ് സമുദ്ര ചാരിറ്റബിൾ സൊസൈറ്റിയുടെ കീഴിൽ പ്രവർത്തിക്കപ്പെടുന്ന സമുദ്ര ലൈബ്രറി ആൻഡ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ ഒട്ടേറെ സാമൂഹിക പ്രശ്നങ്ങൾ, ആ സാമൂഹിക പ്രശ്നങ്ങളാണ് രാഷ്ട്രീയ പ്രശ്നങ്ങളായി ഉയർന്നു വരുന്നത്. അത്തരം പ്രശ്നങ്ങളാണ് നമ്മുടെ നാടിൻ്റെ വികസനത്തിനും സാമ്പത്തികത്തിനുമൊക്കെ അടിത്തറയായി വരുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് അല്ലെങ്കിൽ ലോകത്ത് കണ്ടുവരുന്ന ഒരു വലിയ മാർക്കറ്റിംഗ് മേഖലയായി ഫുഡ് പ്രോസസ്സിംഗ് മേഖല മാറുകയാണ്. ആഹാരപദാർത്ഥങ്ങൾ മാത്രമല്ല, അഗ്രികൾച്ചർ മേഖല തന്നെ, അതായത് കാർഷിക മേഖല ലോകത്തെ ഏറ്റവും വലിയ കച്ചവട കേന്ദ്രങ്ങളായി മാറുകയാണ്. ലോകത്തെ ഏറ്റവും വലിയ കോർപ്പറേറ്റുകൾ ഇപ്പോൾ വന്നിരിക്കുന്ന മേഖലയും കാർഷിക മേഖലയാണ്. അതിന് 2 കാരണങ്ങളുണ്ട്. ഒന്ന്, ആഹാരപദാർത്ഥങ്ങൾ അല്ലെങ്കിൽ കാർഷിക മേഖലയിലെ ഉൽപ്പന്നങ്ങൾ രാജ്യത്തും ലോകത്തും മാനവരാശി ഉള്ളിടത്തോളം കാലം ആവശ്യമാണ്. പലപ്പോഴും ഇത്തരം കുത്തകകൾ പുതിയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഇടപെടുന്ന മേഖലകളെ കീഴ്പ്പെടുത്തുകയാണ് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ചെയ്തിരുന്നത്. നമുക്കറിയാം, തുണിത്തരങ്ങൾ ആരംഭിച്ച സമയത്ത് തുണിത്തരങ്ങൾ കോർപ്പറേറ്റുകളുടേതായിരുന്നു. അത് കഴിഞ്ഞ് ഇലക്ട്രിക് ഉപകരണങ്ങൾ വന്നപ്പോൾ അതും കോർപ്പറേറ്റുകളുടേതായിരുന്നു. ഇലക്ട്രോണിക്സ് മേഖല അതും കോർപ്പറേറ്റുകളുടേതായിരുന്നു. അതെല്ലാം ജനകീയവൽക്കരിച്ചപ്പോൾ പുതിയ മേഖലയിലേക്ക് നീങ്ങുന്നവർ എന്ന അഗ്രോ കോർപ്പറേറ്റുകൾ എന്ന ലേബലിൽ ലോകത്തും രാജ്യത്തുമെല്ലാം വലിയ ബിസിനസ് സാമ്രാജ്യം ഉണ്ടാക്കുകയാണ്. ഞാൻ സൂചിപ്പിച്ച മറ്റ് മേഖലകളെല്ലാം തന്നെ പുതിയതായി വന്ന മേഖലയാണ്. പക്ഷേ കാർഷിക മേഖലയിലേക്ക് ചുവടുവെക്കപ്പെടുമ്പോൾ അതിലേറ്റവും കൂടുതൽ പ്രതിസന്ധി ഉണ്ടാകുന്നത് ഇന്ന് ആ മേഖലയിൽ പണിയെടുക്കുന്ന പാവങ്ങൾക്കും സാധാരണക്കാർക്കുമാണ്. ഇന്ന് കാർഷിക ഉൽപ്പന്നങ്ങൾ വിലയില്ല, പക്ഷേ അവ സംഭരിക്കുകയും ശീതീകരിച്ച ഗോഡൗണുകളിൽ സൂക്ഷിക്കപ്പെടുകയും ആ സൂക്ഷിക്കപ്പെടുന്നവ അത് ഉൽപ്പാദിപ്പിക്കാൻ സമയത്ത് എടുത്ത് വലിയ വിലക്ക് വിൽക്കുന്ന ഒരു മേഖലയ്ക്ക് പുറമേ ആഹാരപദാർത്ഥങ്ങൾ ബൈ പ്രൊഡക്റ്റാക്കി മാറ്റി ഉൽപ്പാദന മേഖലയിൽ നിന്ന് മാർക്കറ്റുകളിലേക്ക് എത്തുമ്പോൾ വലിയ ലാഭം കൊള്ളയടിക്കപ്പെടുന്ന വലിയ കോർപ്പറേറ്റുകൾ രാജ്യത്ത് വളർന്നുകൊണ്ടിരിക്കപ്പെടുകയാണ്.
ഈ മേഖലയെ മുച്ചൂടും കീഴ്പ്പെടുത്തുവാനുള്ള പരിശ്രമം ആ മേഖലയിൽ നടത്തപ്പെടുമ്പോൾ നാളെ നമ്മുടെ ഈ രാജ്യത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സാമ്പത്തിക അസന്തുലിതാവസ്ഥ പരിഹരിക്കപ്പെടും. അതുകൊണ്ടാണ് ഈ മേഖലയിൽ വലിയ ഇടപെടലുകൾ ഗവൺമെൻറ്റുകളും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമൊക്കെ നടപ്പാക്കുന്നത്. ആ മേഖലകൾ നാളെ മറ്റുള്ളവരുടെ മാത്രം ഉടമസ്ഥതയിലാകാൻ പാടില്ല. നമുക്ക് ആ മേഖലയിൽ നല്ല പണം ഇടപെടണം. ആ ഇടപെടേണ്ടതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ സാധാരണക്കാരുടെയും പാവപ്പെട്ടവർക്കുമെല്ലാം ആ മേഖലയിൽ ഇടപെടുവാനും ഈ കോർപ്പറേറ്റ് ആധിപത്യത്തെ തകർക്കുവാനും വേണ്ടിയുള്ള നിലപാടുകൾ സ്വീകരിക്കപ്പെടേണ്ടത്. അതുകൊണ്ടാണ് ഇത്തരം മേഖലയിൽ കുടുംബശ്രീ അടക്കമുള്ള സംവിധാനം നമ്മുടെ സംസ്ഥാനത്ത് ശക്തി പ്രാപിച്ചു കൊണ്ടുവരുന്നത്. നമ്മുടെ സംസ്ഥാനത്ത് ഒട്ടേറെ യൂണിറ്റുകൾ ഈ നിലയിലേക്ക് വ്യാവസായിക മേഖലയിൽ വലിയ സബ്സിഡി കൊടുത്തുകൊണ്ട് ആരംഭിക്കപ്പെടുന്നത്. ഇതെല്ലാം നമ്മൾ നടപ്പിലാക്കിയില്ല എങ്കിൽ നമ്മുടെ പാവപ്പെട്ടവരുടെ എണ്ണം നമ്മുടെ രാജ്യത്ത് കൂടിക്കൊണ്ടുവരും. ഒരുപക്ഷെ നമുക്ക് രാജ്യത്തിന് ഈ മേഖലയിൽ വലിയ പ്രതീക്ഷകൾ നൽകുന്ന സൂചനകൾ വന്നുകൊണ്ടിരിക്കപ്പെടുകയാണ്. അത് മറ്റൊന്നുമല്ല, നമ്മുടെ രാജ്യത്ത് നമ്മളടക്കം ഉള്ള പൊതുധാരണ എന്ന് പറയുന്നത് എങ്ങനെയെങ്കിലും സമ്പത്തുണ്ടാക്കുവാൻ വേണ്ടിയുള്ള ഒരു ഉദ്യോഗത്തിൽ അല്ലെങ്കിൽ വ്യവസായത്തിൽ ഇടപെടുക, അവിടെ വലിയ അധ്വാനമൊന്നുമില്ലാതെ സമ്പത്തുണ്ടാക്കുവാൻ കഴിയത്തക്ക നിലയിലുള്ള നിലപാടുകൾ സ്വീകരിക്കപ്പെടുകയാണ്. നമ്മുടെ ഉൽപ്പാദന മേഖലയിൽ നമ്മളെല്ലാം പിൻവാങ്ങുകയാണ്. ഉൽപ്പാദന മേഖല എന്ന് പറഞ്ഞാൽ കൃഷിയുണ്ട്, വ്യവസായമുണ്ട്, ചെറുകിട ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന മേഖലകളിൽ നിന്നൊക്കെ മാറി നമ്മളിതെല്ലാം വിതരണത്തിൻ്റെയും വിപണനത്തിൻ്റെയും അതുപോലെ പുതിയ സാങ്കേതിക വിദ്യയുടെയും പിറകിൽ പോകുമ്പോൾ പുതിയ കാലഘട്ടത്തിലെ പുതിയ കണ്ടുപിടുത്തങ്ങൾ അല്ലേ, ഇപ്പം നമ്മളെ കൊച്ചുകുട്ടികളിരിക്കുന്നവർ പറയുകയാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, കൃത്രിമ ബുദ്ധി അടക്കം ലോകത്ത് തൊഴിലില്ലായ്മ രൂക്ഷമാക്കുന്ന വലിയ ഇടപെടലായി മാറുമെന്നാണ് സാർവദേശീയ രംഗത്തെ വിദഗ്ധർ സൂചിപ്പിക്കപ്പെടുന്നത്. അതുകൊണ്ട് ആ മേഖലയിൽ ഉണ്ടാകുന്ന അപജയം പരിഹരിക്കുവാൻ വേണ്ടി കഴിയുന്നത് ഉൽപ്പാദന മേഖലയിലെ പ്രക്രിയകളും ഇടപെടലുകളുമാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത്തരം മേഖലകൾ നമ്മൾ കാലേകൂട്ടി ആരംഭിക്കപ്പെടുന്ന ഇടപെടലുകൾ വരും കാലഘട്ടത്തിലെ സാമ്പത്തിക തകർച്ചയുടെ പ്രതിരോധത്തിനുള്ള ഇടപെടലായി മാറുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. തീർച്ചയായിട്ടും നമ്മുടെ സ്ഥാപനം സമുദ്രതീരം സംഘടിപ്പിച്ചിട്ടുള്ള ഇത്തരം ഫുഡ് പ്രോസസ്സിംഗ് യൂണിറ്റ് നമുക്ക് ഭാവിയിൽ ഇവർ പഠിച്ചിറങ്ങുന്നു, അവർക്കടക്കം തന്നെ ഗ്രൂപ്പുകളായി മാറിക്കൊണ്ട് ഗവൺമെൻറ്റിൻ്റെയും മറ്റും ആനുകൂല്യം മേടിച്ചുകൊണ്ട് ബേക്കറി ഉൽപ്പന്നങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭൂരിപക്ഷവും നമ്മുടെ കാർഷിക ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഉണ്ടാക്കുന്ന ആഹാര പദാർത്ഥങ്ങളാണല്ലോ. അവ സംരക്ഷിക്കുവാനും വിപണനം ചെയ്യുവാനും മാർക്കറ്റ് ചെയ്യുവാനും കഴിയുന്ന പരിശീലനമാണ്. അപ്പോൾ വരുന്ന കുട്ടികൾ കൃത്യതയോടുകൂടി വരണം എന്ന് പറഞ്ഞല്ലോ. ഇതെല്ലാം സൗജന്യമായി ലഭിക്കപ്പെടുമ്പോൾ അത് ഉപയോഗിക്കേണ്ടതില്ല എന്ന നിലപാട് പലപ്പോഴും സ്വീകരിക്കാറുണ്ട്. നമ്മൾ ഒട്ടനവധി ആ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കപ്പെടുന്നതാണ്. ഇപ്പോൾ ഈ പഞ്ചായത്തുകളിൽ നിന്നും കൃഷിഭവനിൽ നിന്ന് കൊടുക്കുന്നത് ഹൈബ്രിഡ് തൈകളാണ്. പണ്ടാണെങ്കിൽ എവിടെ നിന്നെങ്കിലുമൊക്കെ എടുക്കുമായിരുന്നു. ഇപ്പോൾ ഹൈബ്രിഡ് തൈകളാണ്. കാരണം പണ്ട് ഗവൺമെൻറ്റാണ് മേടിച്ചിരുന്നതെങ്കിൽ ഇപ്പോൾ മിക്കാലും പഞ്ചായത്ത് സമിതിയാണ് പോയി മേടിക്കുന്നത്. അപ്പോൾ സബ് കമ്മിറ്റിയൊക്കെ ഉണ്ടാക്കി ഏറ്റവും നല്ല ഹൈബ്രിഡ് തൈയാണ് മേടിച്ച് കൊടുക്കുന്നത്. പക്ഷേ സൗജന്യമായി കിട്ടുന്നത് കൊണ്ട് തള്ളി മേടിച്ചിട്ട് വീട്ടിൻ്റെ ഏതെങ്കിലും ഒരു സൈഡിൽ കൊണ്ട് വയ്ക്കും, കുഴിച്ച് വെക്കത്തുമില്ല. കുഴിച്ച് വയ്ക്കുന്നതാണെങ്കിലോ അവർ നല്ലവണ്ണം സംരക്ഷിക്കപ്പെടത്തുമില്ല. അപ്പോൾ ഹൈബ്രിഡ് തൈ ആവാൻ പ്രശ്നം എന്താ? നാടൻ ഇനമാവാൻ പ്രശ്നമില്ല. നാടൻ പശുവിനെ നമുക്ക് മഴയത്തും വെയിലത്തും തെങ്ങിൻ്റെ മൂട്ടിലൊക്കെ കെട്ടി മനുഷ്യന് പനി പിടിച്ചാലും മൃഗങ്ങൾക്ക് പനി പിടിക്കില്ലായിരുന്നു. ഇപ്പോഴങ്ങനെയാണോ? അപ്പോൾ ഹൈബ്രിഡ് ആകുമ്പോൾ അതിൻ്റേതായ പ്രശ്നമുണ്ട്. നമ്മൾ നല്ലവണ്ണം സംരക്ഷിക്കപ്പെടണം. പ്രതികൂലമായിട്ടുള്ള കാലാവസ്ഥയിൽ അവർ നശിച്ചു പോകും. പക്ഷേ അതുപോലെയാണ് ഹൈബ്രിഡ് പച്ചക്കറി. ഹൈബ്രിഡ് തൈ കൊണ്ട് വെച്ചിട്ട് 2 ദിവസം വെള്ളമൊഴിക്കാതിരുന്നാൽ 3-ാമത്തെ ദിവസം ഇടപാട് തീരും. അപ്പോൾ നമ്മൾ പുതിയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് കിടക്കുന്ന ഈ മേഖലകൾ, ഭക്ഷ്യോൽപ്പന്നങ്ങൾ മികച്ചതായിരിക്കണം. മാർക്കറ്റുകളെത്തുമ്പോൾ നമ്മുടേത് മറ്റേക്കാൾ മെച്ചപ്പെട്ടതായിരിക്കണം, എങ്കിലേ മാർക്കറ്റ് കിട്ടുള്ളൂ. കാരണം എന്താ? നമ്മുടെ ഈ മാർക്കറ്റുകളിൽ ഏത് രാജ്യത്തെ സാധനവും മാർക്കറ്റിൽ വരാം. പണ്ട് കല്ലുവാതുക്കലത്തെ കൊച്ചു മാർക്കറ്റിൽ മാക്സിമം പോയാൽ ചിന്നക്കടയിൽ നിന്ന് മേടിച്ചുകൊണ്ട് വയ്ക്കുന്ന സാധനങ്ങൾ വിൽക്കുമായിരുന്നു. എന്നാണെങ്കിൽ ആസ്ട്രേലിയയിൽ യൂറോപ്യൻ കൺട്രീസിൽ നിന്ന് വരുന്ന സാധനങ്ങൾ ഇവിടെ വിൽക്കപ്പെടുമ്പോൾ അതേ ഉൽപ്പന്നങ്ങൾ നമ്മളുണ്ടാക്കിയാൽ
അതിനേക്കാൾ ഗുണമേന്മയില്ലെങ്കിൽ ആൾക്കാർ മേടിക്കില്ല. മേടിച്ചില്ലെങ്കിലോ നമ്മുടെ ഈ സ്ഥാപനം തകർന്നു പോകും. അതുകൊണ്ട് പരിശീലനം കൊടുക്കുകയും അത് പഠിക്കുകയും അത് പ്രാവർത്തികമാക്കുകയും ചെയ്യുക എന്നുള്ളത് നമ്മുടെ വരുമാനത്തിൻ്റെ ഒരു മാർഗമാണ്. ഇപ്പോൾ വരുമാനത്തിൻ്റെ ശേഷി കുറഞ്ഞുകൊണ്ടിരിക്കപ്പെടുകയാണ്. സാമ്പത്തിക പ്രശ്നം തന്നെയാണ് അതിനേറ്റവും പ്രധാനം. നമ്മുടെ സമ്പത്ത് നാട്ടിൽ മാർക്കറ്റുകളിൽ നല്ലവണ്ണം റൊട്ടേറ്റ് ചെയ്തില്ല എങ്കിൽ, നല്ലവണ്ണം സർക്കുലേറ്റ് ചെയ്തില്ല എങ്കിൽ ആ സമ്പത്തിന് യാതൊരു അർത്ഥവുമില്ല. എല്ലാവരും കൊണ്ട് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്ത് അതിൻ്റെ ഇൻട്രസ്റ്റ് മേടിച്ച് കഴിയാമെന്ന് ചിന്തിച്ചിരിക്കുന്ന കാലഘട്ടത്തിൻ്റെ ഒരു പ്രശ്നം ഇപ്പോൾ ഈ നാട്ടിലുണ്ട്. അതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. സർവീസ് സഹകരണ ബാങ്കുകളെയും നാഷണലുകളെയും ഒരു പരിധിവരെ ബാധിക്കുന്നു. അതാണ് കാരണം ഡെപ്പോസിറ്റ് ആവശ്യം പോലെ ഉണ്ട്, നല്ല വായ്പക്കാരില്ല. വായ്പ എടുക്കണമെങ്കിലോ വീട് വെക്കാനും മറ്റും വായ്പ എടുത്താൽ തിരിച്ചടക്കണമല്ലോ. വായ്പകൾ കുറേയേറെയെങ്കിലും ഒരു 50% വായ്പയെങ്കിലും ഉൽപ്പാദന മേഖലയിലേക്ക് മാറിയില്ല എങ്കിൽ ആ വായ്പ കൊണ്ട് വല്ല പ്രയോജനമുണ്ടോ? വീട് വയ്ക്കുന്നത് ഉൽപ്പാദന പ്രക്രിയയാണ്. ഒരാൾ വീട് വയ്ക്കാൻ വായ്പ എടുത്താൽ ആ വായ്പ കൊണ്ട് സിമൻറ്റ് മേടിക്കുന്നു, മണൽ മേടിക്കുന്നു, തൊഴിലാളിക്ക് ശമ്പളം കൊടുക്കുന്നു. ആ നിലയിലേക്ക് വളരെ ഉപകാരപ്രദമായി മാറും. അതുകൊണ്ട് നമ്മുടെ നാട്ടിലെ ഇത്തരം വ്യവസായങ്ങൾ മറ്റ് മേഖലകളിൽ നിന്ന് നമ്മുടെ നാട്ടിൽ അസ്തമിച്ചു കഴിഞ്ഞാൽ പ്രശ്നങ്ങളാണ്. സാമ്പത്തിക പ്രശ്നം അതിസങ്കീർണമാണ്. അപ്പോൾ നമുക്ക് ഈ നാട്ടിലെ സാമ്പത്തിക മേഖലകൾ ഇടപെടുവാൻ നമ്മൾ ഓരോരുത്തരും തയ്യാറാവണം. അതിൽ പ്രധാനപ്പെട്ടത് തന്നെയാണ് ഉൽപ്പാദന മേഖല. ഉൽപ്പാദന മേഖലയിൽ പ്രധാനപ്പെട്ടത് തന്നെയാണ് കാർഷിക മേഖല. അതിൽ പ്രധാനപ്പെട്ടത് തന്നെയാണ് നമ്മളുണ്ടാക്കുന്ന ഫുഡ് പ്രോസസ്സിംഗ് യൂണിറ്റുകളിൽ നിന്ന് ഉൽപ്പാദിക്കപ്പെടുന്ന ആഹാര പദാർത്ഥങ്ങളുടെ വിപണനവും അതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളും. ഈ നാടിൻ്റെ സാമ്പത്തിക ശേഷിയും നാടിൻ്റെ പുരോഗതിയും വന്ന് പഠിക്കുന്നവർക്ക് ഒരു വരുമാനവും തൊഴിലും ആകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് സമുദ്ര സൊസൈറ്റി ലൈബ്രറി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് ആരംഭിക്കുന്ന ഈ പരിശീലനം, ഫുഡ് പ്രോസസ്സിങ്ങിൻ്റെ പരിശീലനം, ഇപ്പോൾ ബേക്കറി ഉൽപ്പന്നങ്ങൾക്കാണ് പരിശീലനം. ആ പരിശീലനം നേടുന്ന കുട്ടികൾ 45 വയസ്സിന് താഴെയുള്ളവരാണ്. അവർക്ക് ആത്മാർത്ഥമായി പ്രവർത്തനത്തിലൂടെ നമുക്ക് ലഭിക്കുന്ന നല്ല വായ്പകൾ, ഇപ്പം വനിതകൾക്കാണെങ്കിൽ 75% വരെ വായ്പയാണ്. 75% വരെ വായ്പ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പദ്ധതിയുമായി കൊടുക്കുമ്പോൾ പോലും വേണ്ടത്ര അപേക്ഷകരില്ലാത്ത അവസ്ഥയാണ്. കാരണം എന്താ? തദ്ദേശ സ്വയംഭരണ സ്ഥാപനം കൊടുക്കുമ്പം ഈ വായ്പ നല്ലവണ്ണം മോണിറ്റർ ചെയ്യും. ഈ സ്ഥാപനമുണ്ടോ, നടത്തുന്നുണ്ടോ എന്ന് മോണിറ്റർ ചെയ്താണ് കൊടുക്കുന്നത്. അതുകൊണ്ട് അപേക്ഷകർ കുറവാണ്. പക്ഷെ നമ്മൾ പദ്ധതി വയ്ക്കാറുണ്ട്. പക്ഷേ ഇവിടെ പഠിച്ചിറങ്ങുന്നവർ വന്നാൽ നമുക്ക് അത്തരത്തിലുള്ള വായ്പകൾ 75% എന്ന് പറഞ്ഞാൽ മിഷണറീസിനെ കൊടുത്താൽ 5 ലക്ഷം 2 ലക്ഷം രൂപ ലോൺ എടുത്താൽ 1.5 ലക്ഷം രൂപ അടച്ചാൽ മതി. അല്ല, 50,000 രൂപ അടച്ചാൽ മതി. 1.5 ലക്ഷം രൂപ ഫ്രണ്ട് എൻഡായി കൊടുക്കുകയാണ്. പക്ഷേ ഇത്തരം സംരംഭങ്ങൾ ഇപ്പം നമ്മൾ കഴിഞ്ഞ നമ്മളെ പഞ്ചായത്ത് കമ്മിറ്റി തന്നെ വെച്ച ആരും അപേക്ഷയില്ലായിരുന്നു. ഇപ്പം ഒരു മൾട്ടി ജിം തുടങ്ങാൻ 2 വനിതകൾ വന്നു. വനിതകൾക്കാണ് 75%, പുരുഷന്മാർക്ക് 50% ഉള്ളൂ. അപ്പോൾ അവർക്ക് കുട്ടിയത്ത് ഒരു മൾട്ടി ജിം കൊടുക്കാൻ 2 വനിതകൾക്ക് 6 ലക്ഷം രൂപ വായ്പ കൊടുക്കുകയാണ്. അവരതിൻ്റെ 25% മാത്രം അടച്ചാൽ മതി. അപ്പം ഫുഡ് പ്രോസസ്സിംഗ് യൂണിറ്റൊക്കെ ആരംഭിക്കുവാനുള്ള ഒട്ടേറെ വർത്തമാനകാല സാഹചര്യം നമ്മുടെ നാട്ടിലുണ്ട്. അതെല്ലാം പരമാവധി പ്രയോജനപ്പെടുത്തുവാൻ ഇത്തരത്തിലുള്ള ഇടപെടലുകൾ, കാശ് കൊടുത്തല്ല പഠിക്കുന്നത്, സൗജന്യമായി പഠിക്കുന്നത്. അതുകൊണ്ട് സൗജന്യമായി പഠിക്കുന്നത് കൊണ്ട് ആ പഠനം മോശമാണ് എന്ന് കരുതരുതെന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. അപ്പോൾ സൗജന്യമായി പഠിച്ചാൽ കാശ് കൊടുത്ത് പഠിക്കുന്നതിനേക്കാൾ നല്ലവണ്ണം പഠിക്കാൻ കഴിയും, അല്ലേ? ഇപ്പോൾ ചിലർക്കുണ്ടല്ലോ മോശപ്പെട്ട നല്ല സ്വകാര്യ വിദ്യാലയങ്ങളിൽ പഠിക്കാൻ പോയാലേ മെച്ചമുള്ളൂ, പൊതുവിദ്യാലയങ്ങൾ പഠിക്കാൻ പോയാൽ അത്ര പോരാ എന്നാണ് പറയുന്നത്. കാരണം എന്താ? അവിടെ SSLCയും പ്രീ ഡിഗ്രിയുമൊക്കെ മിനിമം പരീക്ഷ പാസ്സായി കയറിയ അധ്യാപകർ അവിടെ യാതൊരു ഉപകരണവുമില്ലാതെ അവിടെ പഠിപ്പിക്കപ്പെടുമ്പോൾ നല്ല ശാസ്ത്രബോധവും സാമൂഹ്യബോധവും അക്കാഡമിക് റെക്കോർഡവും മത്സര പരീക്ഷകളിൽ ഉയർന്ന മാർക്ക് നേടിയ എല്ലാ സൗകര്യവുമുള്ള സർക്കാർ സ്കൂൾ മോശമെന്ന് ചിന്തിക്കുന്ന സമൂഹമാണ്. എല്ലാ മേഖലയിലും അതുതന്നെയാണ്. ആശുപത്രികളുടെ കാര്യത്തിലായാലും നമ്മളേതെങ്കിലും ഉൽപ്പന്നങ്ങൾ മേടിക്കാൻ പോയാലും ഇത് സർക്കാരിൻ്റേതാണോ അത് മോശമാണ്, സ്വകാര്യമാണെങ്കിൽ മെച്ചമാണ് എന്ന നിലപാട് സ്വീകരിക്കപ്പെടുകയാണ്. അത് ശരിയായിട്ട് ചെയ്യാൻ തെറ്റാണ്. ഏതാണ് മെച്ചമെന്ന് തീരുമാനിക്കുക. തീർച്ചയായിട്ടും
നല്ല പരിശീലനം നിങ്ങൾക്ക് ലഭിക്കുമെന്നും ഭാവിയിൽ നിങ്ങൾക്കതിൽ നിന്നൊരു വരുമാനമുണ്ടാകുമെന്നും ആ വരുമാനം നിങ്ങൾക്കും നാടിനും നേട്ടമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടു കൂടി ഈ കോഴ്സ് ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ജൻ ശിക്ഷൺ സംസ്ഥാൻ കൊല്ലം ഡയറക്ടർ ഉഷ റാണി മുഖ്യ അതിഥിയായി. സംസ്ഥാൻ എന്ന് പറയുന്ന ഒരു സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ സ്ഥാപനത്തിൻ്റെ ഡയറക്ടറാണ് ഞാൻ. നിങ്ങൾ പറഞ്ഞല്ലോ, ഇത് കേന്ദ്ര നൈപുണ്യ വികസന മന്ത്രാലയത്തിൻ്റെ കീഴിലുള്ള ഒരു സ്ഥാപനമാണ്. ഇതിൻ്റെ ഉദ്ദേശമെന്ന് പറയുന്നത് നമ്മൾ സമൂഹത്തിൽ വിദ്യാഭ്യാസം കുറഞ്ഞവർ, സാമ്പത്തികമായിട്ട് സാമൂഹികമായിട്ടൊക്കെ പിന്നോക്കം നിൽക്കുന്നവരെ കണ്ടെത്തി, പ്രത്യേകിച്ചും സ്ത്രീകളെ കണ്ടെത്തി അവർക്ക് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ എന്തെങ്കിലും തൊഴിൽ ചെയ്ത് വരുമാനമുണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി സെൻട്രൽ ഗവൺമെൻറ് ആവിഷ്കരിച്ച ഒരു പദ്ധതിയാണിത്. നമ്മളിത് കൊല്ലം ജില്ലയിലുടനീളം നമ്മൾ നിരവധി പരിശീലനങ്ങൾ നടത്തുന്നതുകൊണ്ട് 2002 നമ്മുടെ കൊല്ലം ജില്ലയിൽ ഇത് സ്ഥാപിതമായത്. പ്രവർത്തനം ആരംഭിച്ചത് ഇത് 1967 തുടങ്ങിയ സ്ഥാപനമാണ്. ഇന്ത്യയിലൊട്ടാകെ ഈ JSSൻ്റെ കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. നമ്മുടെ കേരളത്തിൽ 9 ജില്ലകളിലാണ് ഇപ്പോൾ JSS പ്രവർത്തിക്കുന്നത്. അതിൽ കൊല്ലം ജില്ലയിൽ കൊല്ലത്ത് കളക്ട്രേറ്റിൻ്റെ സമീപമാണ് നമ്മുടെ ഓഫീസ്. നമ്മളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരുപാട് പരിശീലനങ്ങൾ പഞ്ചായത്ത് വഴി, മുനിസിപ്പാലിറ്റി വഴി, കോർപ്പറേഷൻ വഴിയൊക്കെ കൊടുക്കുന്നുണ്ട്. നമ്മളെന്ന് പറഞ്ഞാൽ നമ്മൾ അവരുടെ സമീപത്ത് ചെന്ന് അവർക്ക് ഇരുന്ന് പഠിക്കാൻ, ഒരു 20 പേർക്ക് ഇരുന്ന് പഠിക്കാൻ സൗകര്യമുള്ള അവരുടെ പ്രദേശത്ത് ചെന്ന് ട്രെയിനിങ് കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ പരിശീലനത്തിൻ്റെ ഒരു പ്രത്യേകത. അല്ലെങ്കിൽ നിങ്ങൾ പഞ്ചായത്തുകൾ വഴിയൊക്കെ ട്രെയിനിങ്ങിന് പോകുന്നവർ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ബസ് കയറി ദൂരെ പോയി പഠിക്കേണ്ടി വരുന്ന ഇതുകൊണ്ട് പലരും പഠിക്കാൻ പോകാത്തവരുണ്ട്. ഇന്നത്തെ ഒരു കാലത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസം എത്രയുള്ളവരായാലും നമ്മുടെ നാട്ടിൽ തൊഴിലില്ലായ്മ രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ്. നേരത്തെ നമുക്ക് 10ാം ക്ലാസ് തോറ്റവർക്കും ഇടയ്ക്ക് വെച്ച് പഠിത്തം നിർത്തിയവർക്കുമൊക്കെ വേണ്ടിയിട്ട് മാത്രമായിരുന്നു ഈ ഫണ്ട് ഉപയോഗിച്ച് ചെയ്യാൻ പറഞ്ഞിരുന്നത്, പരിശീലനം നടത്താൻ പറഞ്ഞിരുന്നത്. ഇപ്പം അത് ഡിഗ്രി വരെ അവർ പറഞ്ഞിട്ടുണ്ട്, അനുവദിച്ചിട്ടുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ഡിഗ്രി പഠിച്ചിട്ടും കാര്യമൊന്നുമില്ല, സർക്കാർ ജോലിയൊന്നും എല്ലാവർക്കും കിട്ടാൻ പോകുന്നില്ല എന്ന് മനസ്സിലാക്കിയിട്ട് ഇപ്പോൾ ഗവൺമെൻറ് നമുക്ക് ഡിഗ്രി വരെ ഉള്ളവർക്ക് പരിശീലനം കൊടുക്കാം എന്നുള്ള ഒരു നിർദ്ദേശം തന്നിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇപ്പം വിദ്യാഭ്യാസം ഒന്നും നോക്കാറില്ല. എത്ര വിദ്യാഭ്യാസമുള്ളവരും, എനിക്കറിയാം MA MCom MEd ഒക്കെ കഴിഞ്ഞ പിള്ളേർ നമ്മളുടെ ട്രെയിനിങ്ങിന് വന്ന് അവർ പറയുന്ന അവർക്കൊരു സർക്കാർ ജോലിയേക്കാളും വരുമാനമുണ്ടാക്കുന്ന നിരവധി സ്ത്രീകളുണ്ട്. അപ്പം ഒരു 20 പേരടങ്ങുന്ന ഒരു ബാച്ച് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിലൊരു 10 പേരെങ്കിലും അതുകൊണ്ട് പ്രയോജനമുണ്ടാക്കിയെങ്കിൽ നമ്മുടെ ഈ കോഴ്സുകൾ നമ്മൾ നടത്തിയത് കൊണ്ട്, പരിശീലനം നടത്തിയത് കൊണ്ടോ നമ്മളിത് കഴിഞ്ഞിട്ട് നമ്മൾക്കൊരു സക്സസ് സ്റ്റോറി കളക്ട് ചെയ്യണം. അപ്പോൾ അതിനകത്ത് നമ്മളൊരു 20 ബാച്ചിൽ ഒരു സ്ഥലത്ത് ട്രെയിനിങ് കൊടുത്തതിൽ എത്ര പേര് അതുകൊണ്ട് വരുമാനമുണ്ടാക്കി എന്നുള്ള ലിസ്റ്റ് നമുക്ക് കൊടുക്കണം. അപ്പോൾ സക്സസ് സ്റ്റോറി കളക്ട് ചെയ്യുക എന്നുള്ളതും നമ്മളുടെ ഒരു ലക്ഷ്യമാണ്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത്, ഇപ്പം ഒരുപാട് ട്രെയിനിങ്ങുകളും പരിശീലനങ്ങളും ധാരാളം നമ്മുടെ ജില്ലയിലും സംസ്ഥാനത്തിലുടനീളം നടക്കുന്നുണ്ട്. പക്ഷേ എത്ര സംരംഭങ്ങൾ തുടങ്ങിയെന്ന് ചോദിച്ചാൽ വളരെ ചുരുക്കമായിരിക്കും. പക്ഷേ തുടങ്ങിയവരാരും തന്നെ പരാജയപ്പെട്ടിട്ടില്ല. നിങ്ങളെപ്പോലെ ഓരോ കോഴ്സ് പഠിക്കാൻ വന്നവർ വീട്ടിൽ ഒരു സമ്പാദ്യം ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമല്ല, ഇന്നത്തെ കാലത്ത് നമുക്ക് ജീവിക്കണമെങ്കിൽ ഭർത്താവിനൊപ്പം ഭാര്യയ്ക്കും ഒരു വരുമാനമുണ്ടെങ്കിലേ നമ്മുടെ ജീവിതം, ആ വീട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അപ്പം ജോലി ചെയ്ത് ജീവിക്കാൻ പറ്റാത്ത ഒരു സമൂഹം എന്ന് വെച്ചാൽ പെട്ടെന്ന് പൈസ ഉണ്ടാക്കുക. ഇപ്പം പണ്ടൊരു കാലത്ത് നമ്മളൊരു സിനിമ കൊട്ടകയിൽ സിനിമ കാണാൻ ക്യൂ നിന്ന് ടിക്കറ്റ് എടുത്ത് നമ്മൾക്ക് അത്രയും ഒരു ക്ഷമയുണ്ടായിരുന്നു. ഒരു ഹോട്ടലിൽ പോയാലും ചോറ് വാങ്ങിക്കാൻ ഇപ്പം മൊബൈൽ എടുത്തൊന്ന് ഒരു മെസ്സേജ് മതി, വീട്ടിൽ കൊണ്ടുവരും. സാധനങ്ങൾ എന്തോ ആയാലും, ഭക്ഷണങ്ങൾ എന്തോ ആയാലും, ഓണം വന്നാൽ പോലും, ഉത്സവം വന്നാൽ പോലും 10 പേരടങ്ങുന്ന ആളുകൾ നമ്മുടെ വീട്ടിൽ വന്നാൽ നമ്മളാരും സ്വന്തമായി വെച്ചുണ്ടാക്കി കൊടുക്കുകയില്ലേ അല്ലേ, അപ്പോഴേ നമ്മൾ ഓർഡർ ചെയ്യുകയാണ്. അപ്പം അങ്ങനെ ഒരു രീതിയാണ് കണ്ടുവരുന്നത്. ഇപ്പം ആ ഒരു രീതിയിലോട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾക്ക് എന്തെങ്കിലും ഒരു പരിശീലനം പഠിച്ച് അത് പൂർത്തിയാക്കി അത് കുറച്ച് ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും ഒക്കെ ആദ്യം നമ്മൾ സഹിച്ചെങ്കിൽ, നമ്മളിപ്പോൾ ഒരു ട്രെയിനിങ് അങ്ങോട്ട് കഴിഞ്ഞ് ഓടിച്ചെന്ന് നമുക്കൊരു ബേക്കറി തുടങ്ങാനോ വലിയൊരു യൂണിറ്റ് തുടങ്ങാനോ പറ്റത്തില്ല. അപ്പോൾ അതിന് കുറച്ച് ആദ്യമേ നിങ്ങളെ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ വീട്ടിൽ പോയി സ്വയം ചെയ്ത് നിങ്ങളുടെ തൊട്ടടുത്ത കടകളിലും നിങ്ങൾ ഉണ്ടാക്കി നിങ്ങളുടെ ബന്ധുക്കൾക്കും ആളുകൾക്കും പരിസരത്തും നമ്മുടെ ഓഫീസുകളിലൊക്കെ കവറിനകത്ത് പാക്കറ്റുകളാക്കി ഓരോരുത്തർ സാധനങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് വിൽക്കാൻ പറ്റുന്ന വിപണന കേന്ദ്രങ്ങൾ ഒരുപാടുണ്ട്. ഓണം വന്നാൽ ഓണത്തിന് നിങ്ങൾക്ക് ഒരുപാട് സാധനങ്ങൾ ഉണ്ടാക്കാം.
അതുപോലെ തന്നെ ബേക്കറികൾ ഏതെങ്കിലും ഓർഡർ പിടിച്ച്, ഇപ്പോൾ ആദ്യമേ പോയി ബേക്കറി തുടങ്ങുക എന്നുള്ളതല്ല, ആദ്യമേ ബേക്കറികളിൽ ഏതെങ്കിലും ഓർഡർ പിടിച്ച് നിങ്ങൾക്ക് കുറച്ച് സാധനങ്ങൾ കൊടുക്കുക. പിന്നെ നിങ്ങൾ ആ ചെറുതിൽ കൂടെ നിങ്ങൾ വലുതായി വരിക. അങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ ഇന്ന് നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന എല്ലാ ആളുകളും ആദ്യമേ വലിയവരായവരല്ല. ചെറിയ സംരംഭങ്ങൾ തുടങ്ങി ചെറിയ കാര്യങ്ങൾ തുടങ്ങി വലുതായി വന്നവരാണ്. അപ്പം ഞാൻ പറഞ്ഞത്, അത്തരം ഒരു ക്ഷമ നിങ്ങൾ കാണിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ പരിശീലനം കൊണ്ട് നല്ല വരുമാനം ഉണ്ടാവും. നല്ല ജീവിതത്തിന്, ഞാൻ പറഞ്ഞ കഴിഞ്ഞ ആഴ്ചയിൽ നിങ്ങളെപ്പോലെ പരിശീലനം കഴിഞ്ഞ് അവരുടെ ഒരു സെൻഡ് ഓഫ് നടത്തിയവർ. അപ്പം ഒരു കുട്ടി പരിശീലനത്തിന് വന്ന സമയത്ത് അതിന് 1 മണിയാകുമ്പോൾ അത് പെട്ടെന്ന് ചാടി എണീറ്റ് വീട്ടിൽ പോകണമെന്നും പറഞ്ഞുകൊണ്ട്, ടീച്ചറെ എനിക്ക് വീട്ടിൽ പോകണം, അപ്പോൾ എന്ത് പെട്ടെന്ന് ഓടിപ്പോകുന്നതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അത് ടീച്ചറെ ഞാൻ പിന്നെ പറയാമെന്ന് പറഞ്ഞു. പക്ഷേ ആ പരിശീലനം എല്ലാം കഴിഞ്ഞ് ഒരു ദിവസം വൈകുന്നേരത്ത് ആ കുട്ടി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ടീച്ചറെ ഞാനൊരു കാര്യം പറയാനാണ് വിളിച്ചത്. എൻ്റെ ഭർത്താവ് എന്നെ 1 മണിക്ക് വീട്ടിൽ ചെന്ന് ചോറ് വിളമ്പി കൊടുത്തില്ലെങ്കിൽ പിറ്റേ ദിവസം തൊട്ട് അദ്ദേഹം ക്ലാസ്സിന് വിടത്തില്ല എന്നെ. നീ ഇനി ക്ലാസ്സിന് പോകണ്ട, എനിക്ക് ചോറ് വിളമ്പി തരാൻ പറ്റിയില്ലെങ്കിൽ നീ ഇനി ക്ലാസ്സിന് പോകണ്ടെന്ന് പറയും. അപ്പം ഞാൻ അതുകൊണ്ടാണ് ഈ 1 മണിക്ക് ഓടിപ്പോകുന്നത്. പക്ഷേ ആ കൊച്ചിന് അത് പറഞ്ഞതെന്ന് പറഞ്ഞാൽ അതതിൻ്റെ ഭർത്താവിൻ്റെ കൂടെ കല്യാണം കഴിഞ്ഞ് 2-3 വീട്ടിൽ വിരുന്നിന് പോയേ അല്ലാതെ പിന്നെ ഇന്ന് വരെ അത് ഭർത്താവ് ഒന്നിച്ചൊരു യാത്ര എങ്ങും പോയിട്ടില്ല, അതിനെ എങ്ങും കൊണ്ടുപോയിട്ടില്ല, അത് ഭർത്താവുമായിട്ടെങ്ങും പോയിട്ടില്ല. അതിൻ്റെ വീട്ടിൽ അതൊരു അടുക്കളക്കാരിയെ പോലെ ഇങ്ങനെ ചോറും വെച്ച് മക്കളുടെയും അദ്ദേഹത്തിൻ്റെയും കാര്യം നോക്കി ജീവിക്കുകയായിരുന്നു. ഒരുപാട് തവണ എനിക്ക് പഠിക്കണമെന്ന് പറഞ്ഞിട്ടും 1 മണിയാവുമ്പോൾ നീ വീട്ടിൽ വരാമെങ്കിൽ പൊയ്ക്കോ എന്ന് പറഞ്ഞ് അങ്ങനെയാണ് എന്നെ വിട്ടത്. പക്ഷേ ഇപ്പം ആ കൊച്ച് ഭർത്താവും കൂടി ഒപ്പം ഇരിക്കുന്നു. ഇപ്പം ആ കൊച്ച് പറയുന്നു, ഇപ്പം ഞാനും എൻ്റെ ഭർത്താവും കൂടി ഒന്നിച്ച് യാത്ര പോകാതെ ഞങ്ങളിപ്പോൾ ഒന്നിച്ച് യാത്ര പോകുന്നു. എൻ്റെ മക്കൾക്ക് എൻ്റെ വീട്ടിലൊരു സ്ഥാനമുണ്ട്, എൻ്റെ ഭർത്താവിനൊരു സ്ഥാനമുണ്ട്, അമ്മായിയമ്മയ്ക്ക് എൻ്റെ വീട്ടിൽ എനിക്കൊരു വിലയും നിലയുണ്ട്. ഇപ്പം എന്നോടൊപ്പം അവരെല്ലാവരും ഉണ്ടെന്ന് പറയുന്നു. അപ്പം ഞാൻ പറയുന്നത്, ആ കൊച്ചി ഒരു 3 മാസത്തെ തയ്യലിൻ്റെ കോഴ്സ് പാസ്സായി. ആ കൊച്ച് അവരുടെ വീട്ടിലുള്ള കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും എല്ലാം സഹിച്ച് ഓടി വന്ന് ആ തയ്യൽ പഠിച്ചിട്ട് പോയിട്ട് അത് ഒരു സമ്പാദ്യം ഉണ്ടാക്കിയതിനേക്കാൾ ഉപരി അതിൻ്റെ ജീവിതത്തിന് ഒരു വലിയ മാറ്റം വന്നു. നമ്മൾക്ക് സത്യം പറയാൻ അത് കേട്ടപ്പോൾ നമുക്കൊരു ഓസ്കാർ കിട്ടിയ പ്രതീതിയായിരുന്നു എനിക്ക്. എന്ന് വെച്ചാൽ നമ്മുടെ ആ ഒരു 3 മാസത്തെ കോഴ്സ് കൊണ്ട് അതിൻ്റെ ജീവിതത്തിലൊരു മാറ്റം വന്നല്ലോ എന്നുള്ള ഒരു സന്തോഷം നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതായിരുന്നു. അപ്പം നിങ്ങളിൽ നിന്നുമൊക്കെ അങ്ങനെയുള്ള ഓരോരുത്തർക്കും ഓരോ സാഹചര്യം കാണും. എല്ലാവരും എല്ലാം തികഞ്ഞവരല്ല, എല്ലാം നേടിയവരല്ല. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് സമ്പത്തുള്ളവർക്ക് വേറെ എന്തെങ്കിലും പ്രശ്നം കാണും, പൈസ ഇല്ലാത്തവർക്ക് പൈസ ഇല്ലാത്ത പ്രശ്നം കാണും. ഈ കൊല്ലത്തിലുടനീളം ഇങ്ങനെ സഞ്ചരിച്ച് നിങ്ങളെപ്പോലുള്ള നിരവധി സ്ത്രീകളുമായിട്ട് ഇങ്ങനെ കോണ്ടാക്റ്റ് ചെയ്യുന്നത് കൊണ്ട് പല പ്രശ്നങ്ങൾ എനിക്കറിയാൻ പറ്റും, പലരുടെയും പ്രശ്നം. അപ്പം നമ്മൾക്കുള്ള പ്രശ്നമൊന്നും അല്ലാതെയാവും. അപ്പോൾ അത്തരത്തിലുള്ള ഒരു രീതിയിലേക്ക് നിങ്ങൾ ഉയർന്നു വരണം. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾക്കിപ്പോൾ പെട്ടെന്ന് ഒരാളാവാൻ നോക്കാൻ നമുക്ക് നടക്കുന്ന കാര്യമല്ല. ഇന്ന് പഠിച്ചിട്ട് നാളെ ഞങ്ങൾ വലിയ സംരംഭകരാകാമെന്ന് നിങ്ങൾ വിചാരിക്കാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് ഏതെങ്കിലും ബേക്കറികളിൽ പോയി നിൽക്കാനും, ഇപ്പോൾ നിങ്ങളെ പഠിപ്പിക്കാൻ വരുന്ന സാറ് തന്നെ നിങ്ങൾക്ക് അതിനുള്ള സഹായങ്ങൾ ചെയ്തു തരും. ഏതെങ്കിലും ബേക്കറികളൊക്കെ ഓർഡർ പിടിച്ച് തരാനും ഒക്കെ ആ സാറിൻ്റെ സഹായം ഉണ്ടാവും. എന്ന് വെച്ചാൽ സ്വന്തമായിട്ട് ബേക്കറി നടത്തുന്ന ഒരാളാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹം വഴി നമ്മൾക്ക് ഒരുപാട് പേർക്ക് നമ്മളുടെ കുട്ടികൾക്ക് ഇപ്പോൾ ശാസ്താംകോട്ടയിൽ ഒരു ഗ്രൂപ്പ്, ഒരു യൂണിറ്റ് തന്നെ തുടങ്ങി അവർ സ്ത്രീകളെല്ലാം കൂടി. അപ്പം ഒരുപാട് ഹെൽപ്പായിട്ട് അദ്ദേഹം നിന്നിട്ടുണ്ട്. അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് ഈ കുറച്ച് സാധനങ്ങളൊക്കെ എവിടുന്ന് എത്തിച്ച് തരാൻ പറ്റും. അങ്ങനെ കുറച്ച് വില കുറച്ച് എവിടുന്ന് കിട്ടും. ഇപ്പോൾ ബേക്കറികൾ തന്നെ നമുക്ക് പറയുന്നത്, ബേക്കറി സാധനങ്ങളെന്ന് പറയുന്നത് ഒരു 99% വിഷമാണ്. ഇപ്പം നിങ്ങളൊരു ജിലേബി പോയി ഒരു കടയിൽ പോയി വാങ്ങിച്ചാൽ അത് കളർഫുള്ളായിട്ടിരിക്കുന്നത് കാണുമ്പോഴേ ആളുകൾ മേടിക്കത്തുള്ളൂ. അതിൻ്റെ പാക്കിങ്ങും കളറും കണ്ടാണ് ആളുകൾ മേടിക്കുന്നത്. പക്ഷേ അതിനകത്ത് ആ കളറ് ചേർക്കാതെ ഉപയോഗിക്കുന്നതാണ് നമ്മളുടെ ആരോഗ്യത്തിന് നല്ലത്. പക്ഷേ അത് കളർ കണ്ടെങ്കിലേ ആളുകൾ വാങ്ങിക്കുന്നുള്ളപ്പം പിന്നെ കച്ചവട തന്ത്രമാണ്, പിന്നെ അങ്ങനെ ചെയ്യത്തുള്ളൂ. അപ്പം നിങ്ങൾക്ക് എങ്ങനെ വേണം, നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് നിങ്ങളുടെ കുട്ടികൾക്ക് നല്ല രീതിയിൽ ചെയ്തു കൊടുക്കാം. ഇതിനകത്ത് കെമിക്കൽ ചേർത്ത് എങ്ങനെ ചെയ്യാം, ചേർക്കാതെ എങ്ങനെ ചെയ്യാം, ഇതെല്ലാം നിങ്ങളെ പഠിപ്പിക്കും. അപ്പം നിങ്ങളുടെ കച്ചവട തന്ത്രം അനുസരിച്ച് അത് നിങ്ങൾ കച്ചവടം ചെയ്യുക. അതിനുള്ള എല്ലാ സഹായങ്ങളും ഇപ്പം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡൻറ്റ് പറഞ്ഞല്ലോ, നിരവധി സംരംഭങ്ങൾ തുടങ്ങാനായിട്ട് നിരവധി സാധ്യതകളുണ്ട്. ഇപ്പോൾ സ്വന്തമായിട്ട് തുടങ്ങുന്നവർക്ക് ഒരു മടിയും കൂടാതെ തുടങ്ങാൻ പറ്റും. നല്ല വലിയ ഉയർന്ന ശമ്പളക്കാരായിട്ട് മാറാൻ പറ്റും. ഇപ്പം എല്ലാം കാറ്ററിങ്ങിനാണ്. ഇപ്പോൾ ഏത് വിശേഷം വന്നാലും കാറ്ററിങ്ങാണ് പ്രധാനം. അപ്പോൾ അതുകൊണ്ട്
നിങ്ങൾ അങ്ങനെ തന്നെ ആയിത്തീരട്ടെ. നിങ്ങൾക്ക് അതിനുള്ള അവസരം ഈശ്വരൻ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്ക് എന്തുവിധ സഹായവും എന്നിൽ നിന്ന് പ്രതീക്ഷിക്കാം. നിങ്ങൾക്ക് ലോൺ എടുത്ത് ചെയ്യണമെങ്കിൽ അതിനുള്ള സഹായം ചെയ്തു തരാം. കൂട്ടായിട്ട് 4 പേര് ചേർന്നൊരു ഗ്രൂപ്പ് തുടങ്ങുവാണെങ്കിൽ അതിന് എന്ത് വേണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാൻ ചെയ്യാം. അപ്പം എന്ത് സഹായങ്ങളും എൻ്റെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്കുണ്ടാവും. നമ്മുടെ ഈ കോഴ്സ് വിജയകരമായി പൂർത്തിയാക്കണം. പിന്നെ സാറ് പറഞ്ഞതുപോലെ നമ്മളൊരു സ്കൂളിൽ പോകുന്ന ഉത്തരവ് 10 മണിക്ക് തന്നെ ക്ലാസ്സിലെത്തണം. നമ്മൾക്ക് ഇതിൻ്റെ അറ്റൻഡൻസ് നിങ്ങൾക്ക് തരുന്ന സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ NCVTയുടെ സർട്ടിഫിക്കറ്റാണ്. ഇപ്പോൾ അസാമിൽ വിജയിക്കുന്നവർക്കാണ് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത്. എന്നും പറഞ്ഞ് ആരെയും തോൽപ്പിക്കത്തൊന്നുമില്ല. പുറത്തുനിന്നുള്ള ജില്ലയിൽ വന്ന് ആരെങ്കിലും ആയിരിക്കും ടെസ്റ്റ് നടത്തുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ ഉണ്ടാക്കാൻ അറിയാം, നിങ്ങൾ 20 ദിവസം കൊണ്ട് എന്തെങ്കിലും പഠിച്ചു എന്ന് അവർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ സർട്ടിഫിക്കറ്റ് എവിടെ കൊണ്ട് ചെന്നാലും നിങ്ങൾക്ക് ഒരു ലോണിനുള്ള സാധ്യത ആ സർട്ടിഫിക്കറ്റ് കണ്ടാൽ ആരും തരാതിരിക്കത്തില്ല. പുതിയതായിട്ട് എന്തെങ്കിലും സംരംഭങ്ങൾ തുടങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രചോദനങ്ങളും സഹായങ്ങളും എല്ലാം പഞ്ചായത്തിൽ നിന്നും ബ്ലോക്കിൽ നിന്നും ഒക്കെ നിങ്ങൾക്ക് ചെയ്തു തരും. അപ്പോൾ അങ്ങനെയൊക്കെ ആയിത്തീരട്ടെ. ക്ലാസ്സിൽ പങ്കെടുക്കുന്നവർ കറക്റ്റായിട്ട് പങ്കെടുക്കുക. നിങ്ങൾ രാവിലെ എഴുന്നേറ്റ്, ഞാൻ ഒരു സർക്കാർ ജോലിയുള്ള ഒരാളാണെങ്കിൽ രാവിലെ എഴുന്നേറ്റ് ഒരുങ്ങി വീട്ടിലെ ജോലിയെല്ലാം തീർത്ത് ജോലിക്ക് പോയിട്ട് വൈകിട്ട് വരത്തില്ലേ, അതുപോലെ ആ ഒരു ഉത്തരവാദിത്വത്തോടുകൂടി സ്കൂളിൽ പോകുന്ന കണക്ക് രാവിലെ എഴുന്നേറ്റ് ജോലിയെല്ലാം തീർത്തിട്ട് കറക്റ്റ് സമയത്തിന് നമ്മുടെ ക്ലാസ്സിൽ വരിക. സാറ് എപ്പോഴാണ് 1 മണി വരെയാണ് സമയം പറഞ്ഞേക്കുന്നത്. 10 തൊട്ട് 1 മണി വരെയാണ് എല്ലായിടവും നമ്മൾ ക്ലാസ് കൊടുക്കുന്നത്. നിങ്ങളുടെ സമയം എങ്ങനെയാണെന്ന് വെച്ചാൽ സമയത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് തരാം. ദിവസം 3 മണിക്കൂറായിരിക്കും ക്ലാസ്. അത് ഏത് സമയം വേണമെന്ന് നിങ്ങൾ ഇവിടെ കൂടിയിരിക്കുന്നവർ നിങ്ങൾ പഠിക്കാൻ വരുന്നവർ തീരുമാനിച്ചാൽ മതി. ആ സമയത്ത് നമുക്ക് സമയം അഡ്ജസ്റ്റ് ചെയ്ത് തരാം. അപ്പോൾ ഇനി എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരുമ്പം പറയാം. അപ്പം നിങ്ങൾക്ക് അങ്ങനെ ഒരു നല്ല ബേക്കറി യൂണിറ്റ് ഇവിടെ പ്രവർത്തനം ആരംഭിക്കാൻ കഴിയട്ടെ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. സമുദ്ര ലൈബ്രറി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് സെക്രട്ടറി N. ശ്രീകണ്ഠൻ നായർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സമുദ്ര ലൈബ്രറി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് പ്രസിഡന്റ് റൂവൽ സിംഗ് M. സ്വാഗതം ആശംസിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഈ തൊഴിൽ പരിശീലനത്തിന് എത്തിയിരിക്കുന്ന കുട്ടികൾക്ക് ഇൻഡയറക്റ്റായിട്ട് ഒരു കാര്യം സൂചിപ്പിച്ചിരിക്കുകയാണ്. നിങ്ങൾ വിജയകരമായിട്ട് ഈ പരിശീലന പരിപാടി പൂർത്തിയാക്കി കഴിഞ്ഞാൽ പഞ്ചായത്ത് കമ്മിറ്റികളിൽ നിന്ന്, പ്രത്യേകിച്ച് ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്ന് നിങ്ങൾക്ക് 75% സബ്സിഡിയോടുകൂടിയാണ് ലോൺ കിട്ടുന്നത്. അപ്പോൾ അതൊക്കെ വളരെ ഭംഗിയായിട്ട് വിനിയോഗിച്ച് നിങ്ങളുടെ കുടുംബകാര്യങ്ങൾ, വ്യക്തിപരമായ കാര്യങ്ങൾ മാത്രമല്ല കുടുംബപരമായ കാര്യങ്ങൾ ഭംഗിയായിട്ട് സംരക്ഷിക്കുവാനും ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിൽ പോയി ജോലി ചെയ്യുന്നതിനേക്കാളും സ്ഥാപനത്തിൻ്റെ ഉടമയായിട്ട് പ്രവർത്തിക്കാനും കഴിയും എന്ന ഒരു സൂചനയാണ് അദ്ദേഹം നൽകിയത്. അതെല്ലാം നിങ്ങൾ നന്നായിട്ട് ഉപയോഗിക്കാൻ ശ്രമിക്കണം എന്ന് സൂചിപ്പിക്കുകയാണ്. പുതിയതായി ആരംഭിക്കാൻ പോകുന്ന സൗജന്യ ഫുഡ് പ്രോസസ്സിംഗ് കോഴ്സിലേക്ക് എത്തിയിരിക്കുന്ന വിദ്യാർത്ഥികളും മറ്റ് പ്രദേശവാസികൾ ഉൾപ്പെടെ ഇന്നിവിടെ എത്തിയിരിക്കുകയാണ്. ഇന്ന് നമുക്ക് 3 മണിക്കാണ് ഇതിൻ്റെ ഉദ്ഘാടനം ചെയ്യണമെന്ന് നമ്മൾ തീരുമാനിച്ചതും അറിയിപ്പുകൾ നൽകിയതും. എങ്കിലും നമ്മൾ തുടക്കം തന്നെ സമയം കൃത്യനിഷ്ഠ പാലിക്കാത്ത ഒരു രീതിയിലാണ് നമ്മളെ ഇന്ന് ഉദ്ഘാടനം പോലും നടത്തേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. തുടർന്നുള്ള ഈ കോഴ്സ് 20 ദിവസത്തെ കോഴ്സാണ് നമുക്കിവിടെ ഈ ബാച്ചിന് തന്നിരിക്കുന്നത്. ആ 20 ദിവസ കോഴ്സും പൂർത്തീകരിക്കണമെങ്കിൽ ഈ സമയത്തിൻ്റെ കൃത്യനിഷ്ഠ ഇതിൽ പങ്കെടുക്കുന്ന ആളുകൾ പാലിക്കേണ്ടതായിട്ടുണ്ട്. എല്ലാവർക്കും ജോലിയും സമയത്തിൻ്റെ തിരക്കും ഏറെ വലുതാണ്. ആ സമയത്തിൻ്റെ തിരക്കൊക്കെ ഈ 3 മണി തൊട്ട് 6 മണി വരെ കിട്ടുന്ന സമയങ്ങൾ നിങ്ങളുടെ ആവശ്യമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഈ കോഴ്സിലേക്ക് കടക്കേണ്ടതാണ്. നമ്മളെ വീട്ടിലെല്ലാം ഒട്ടനവധി ജോലികളും മറ്റു കാര്യങ്ങളെല്ലാം ഉള്ളതാണ്. 20 പേരിൽ 10 പേര് 3 മണിക്ക് വരികയും
മറ്റ് ആളുകൾ 3:15 വരികയും ചിലപ്പോൾ അന്ന് വന്നില്ലെങ്കിൽ കുഴപ്പമില്ല, അടുത്ത ദിവസം പങ്കെടുക്കാം എന്ന രീതിയിലേക്ക് പോകുന്ന ഒരു സ്ഥിതിയിലേക്ക് നമ്മുടെ ഈ കോഴ്സ് മാറരുത്. മുൻകാലങ്ങളിൽ നമ്മൾ സമുദ്രയുടെ നേതൃത്വത്തിൽ സൗജന്യ PSC സെൻറ്റർ നമ്മളിവിടെ നടത്തുകയുണ്ടായി. കേരളത്തിലെ അറിയപ്പെടുന്ന അധ്യാപകരെ വെച്ചുകൊണ്ടാണ് സൗജന്യമായിട്ട് ഞങ്ങൾ നടത്തിയത്. ആദ്യഘട്ടങ്ങളിൽ ആ സെൻറ്ററിൻ്റെ ഉള്ളിൽ കടക്കാൻ കഴിയാത്ത തരത്തിലുള്ള കുട്ടികളുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ കുട്ടികളുടെ എണ്ണങ്ങൾ കുറേയൊക്കെ കുറഞ്ഞു വന്നു. അതിൻ്റെ ഒരു കാര്യം, സൗജന്യമായി ഇത്തരം സ്ഥാപനങ്ങൾ നടത്തുന്നതുകൊണ്ട് അതൊരു മാറ്റില്ലാത്ത രീതിയിലേക്കാണ് അത്തരം സെൻറ്ററുകളെ കാണുന്നത്. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇന്നെനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് 20 പേരും ഇവിടെ എത്തിയിട്ടില്ല എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ നിങ്ങളുടെ കൂടെ ഉള്ള ആളുകളെ കൃത്യമായിട്ടും 3 മണി എന്ന് പറയുന്നത് 3 മണിക്ക് തന്നെ എത്തുവാൻ ശ്രമിക്കേണ്ടതാണ്. എങ്കിലും നമുക്ക് ഈ കോഴ്സ് പൂർത്തീകരിച്ചുകൊണ്ട് അടുത്ത കോഴ്സിലേക്ക് നമുക്ക് കടക്കാൻ കഴിയുകയുള്ളൂ. ഈ മാർച്ച് മാസം കഴിയുമ്പോൾ 10ഓളം കോഴ്സുകളാണ് നമുക്ക് ഇവിടെ നടത്താൻ ഉദ്ദേശിക്കുന്നത് പോലും. ആ 10 കോഴ്സുകളിൽ പ്രധാനപ്പെട്ട കോഴ്സുകൾ നമ്മൾ ഏറ്റെടുത്തുകൊണ്ട് തൊട്ടടുത്തായി ഒരു സെൻറ്റർ ഞങ്ങൾ പണിഞ്ഞിട്ടുണ്ട്. അവിടെയാണ് നമ്മൾ ക്ലാസ്സുകൾ നടത്തുവാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ 18-നും 45 വയസ്സിനും മധ്യയാണ് നമ്മൾ ഇതിന് ആളുകൾ തിരഞ്ഞെടുക്കുന്നതെങ്കിലും ഈ കോഴ്സിലേക്ക് കുറച്ചുകൂടെ പ്രായമായ ആൾക്കാർക്ക് അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് താല്പര്യമുള്ള ആൾക്കാർക്ക് ഈ കോഴ്സിൽ വന്നു പോകാവുന്നതാണ്. പക്ഷേ 18-നും 45-നും മധ്യമുള്ള 20 കുട്ടികൾക്ക് മാത്രമേ അതിൻ്റെ സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്യുവാൻ കഴിയുകയുള്ളൂ. അതുകൂടി ശ്രദ്ധിക്കണം. ഞാൻ കൂടുതലായി ദീർഘിപ്പിക്കുന്നില്ല. ഇന്ന് ഇതിൻ്റെ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി എത്തിച്ചേർന്നത് ഇത്തിക്കര ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് കൂടിയായ ശ്രീകുമാർ സാറാണ്. സാറ് ഇവിടുത്തെ ഒരു സ്ഥിരം അംഗം കൂടിയാണ്. പല പരിപാടികളിലും സാർ ഇവിടെ സംബന്ധിക്കാറുണ്ട്. ഒട്ടുമിക്ക ക്യാമ്പുകളിലും സാർ ഇവിടെ വന്നു പോവുകയും ചെയ്തിട്ടുണ്ട്. എങ്കിലും ഇതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞ ദിവസങ്ങളിലാണ് എനിക്ക് വിളിച്ചറിയിക്കുവാൻ കഴിഞ്ഞെങ്കിലും സാർ ഒരു മടിയും കൂടാതെ കൃത്യമായി 3 മണിക്ക് തന്നെ എത്തിച്ചേരാമെന്ന് പറയുകയും കൃത്യസമയത്ത് സാറിൻ്റെ സാന്നിധ്യം കൊണ്ട് സാർ ഇവിടെ എത്തിച്ചേരുകയും ചെയ്തിരിക്കുകയാണ്. ഇത്തിക്കര ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് കൂടിയായ ശ്രീകുമാർ സാറിനെ ഏറെ സ്നേഹത്തോടു കൂടി സമുദ്രയുടെ പേരുള്ള സ്വാഗതം ആശംസിച്ചുകൊള്ളുകയാണ്. അതുപോലെ തന്നെ സമുദ്ര ലൈബ്രറി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിൻ്റെ സെക്രട്ടറി ശ്രീകണ്ഠൻ സാറിനെയും സ്നേഹത്തോടു കൂടി സമുദ്രയുടെ പേരുള്ള സ്വാഗതം ആശംസിച്ചുകൊള്ളുകയാണ്. ഇതിൻ്റെ മുഖ്യ അതിഥിയായി എത്തിച്ചേർന്നിരിക്കുന്ന ഡയറക്ടർ JSS കൊല്ലത്തിൻ്റെ ശ്രീമതി ഉഷ റാണി മാഡം, ഇതുമായി ബന്ധപ്പെട്ട് ഈ ക്യാമ്പുമായി ബന്ധപ്പെട്ട് ഞാൻ മാഡത്തെ വിളിക്കുകയും കുറേ സംശയങ്ങൾ എനിക്കുണ്ടായിരുന്ന ആ സംശയങ്ങൾ മാറ്റിത്തരുകയും അതിനുശേഷം ഞാൻ ഇവിടെ എത്തിക്കൊള്ളാമെന്ന് പറയുകയും ചെയ്യുകയും ഒരു ദിവസം മാഡം ഈ സമുദ്രയിൽ വരികയും ചെയ്തു. അപ്പോൾ എനിക്ക് അത്ഭുതത്തോടു കൂടിയാണ് എനിക്ക് മാഡത്തെ കാണാൻ കഴിഞ്ഞത്. കാരണം ഇതിൻ്റെ ഒരു ഡയറക്ടറായി നേരത്തെ നിന്നിരുന്നത് ഒരു കല്ലുവാതുക്കൽ പ്രദേശത്തുള്ള ആളായിരുന്നു. പക്ഷെ അദ്ദേഹം വരുന്നതെല്ലാം വാഹനത്തിലായിരുന്നു. സ്വന്തമായി ഡയറക്ടറിൻ്റെ പോസ്റ്റുള്ളൊരു വാഹനം ഉണ്ട്. പക്ഷെ മാഡം വന്നത് ഒരു ബസ്സിലാണ്. അപ്പോൾ മനസ്സിലാക്കേണ്ടത്, ഇത്തരം സ്ഥാപനങ്ങൾ നടത്തുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും സഹിച്ചാണ് ഈ ഇങ്ങനെയുള്ള ഒരു സംഘടന കൊണ്ടുപോകണമെങ്കിൽ വലിയ പ്രയാസങ്ങൾ സഹിക്കേണ്ടി വരുന്നുണ്ട്. ആ മേഡത്തെ ഇവിടെ വരികയും നമുക്ക് വേണ്ടുന്ന നിർദ്ദേശങ്ങളെല്ലാം തരികയും
എത്രയും പെട്ടെന്ന് തന്നെ ഞങ്ങൾ യൂണിറ്റ് രൂപീകരിച്ച് 20ഓളം കുട്ടികളുടെ പേരുകൾ കണ്ടെത്തിയപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ പറയുകയും ചെയ്തു, ഇത്രാം തീയതി നമുക്ക് ഇത്ര മണിക്ക് ഉദ്ഘാടനം ചെയ്യാം എന്ന് പറഞ്ഞപ്പോൾ ഒരു വൈഷമ്യം കൂടാതെ എന്നാൽ കൃത്യമായിട്ട് 3 മണിക്ക് എത്താമെന്ന് പറയുകയും കൃത്യം 3 മണിക്ക് മുമ്പ് തന്നെ ഇവിടെ എത്തിച്ചേരുകയും ചെയ്ത മേഡത്തെ സ്നേഹത്തോടു കൂടി സമുദ്രം കൂട്ടുകുടുംബത്തിൻ്റെ പേരിലും സമുദ്ര ലൈബ്രറിയുടെ പേരിലും സ്വാഗതം ആശംസിച്ചുകൊള്ളുകയാണ്. ഇതിന് ആശംസകൾ അർപ്പിക്കുവാൻ എത്തിച്ചേർന്നിരിക്കുന്ന സമുദ്രയുടെ കൂട്ടുകുടുംബാംഗം കൂടിയായ ഡോക്ടർ ജയചന്ദ്രൻ സമുദ്രയുടെ പേരിലുള്ള സ്വാഗതം ആശംസിച്ചുകൊള്ളുകയാണ്. അതുപോലെ സമുദ്ര ഫോക്കുലർ അക്കാഡമിയുടെ ചെയർമാൻ കൂടിയായ ശ്രീമാൻ അജിത് ലാൽ അദ്ദേഹത്തിനും സമുദ്രയുടെ പേരിലുള്ള സ്വാഗതം ആശംസിച്ചുകൊള്ളുകയാണ്. ഈ യോഗത്തിന് നന്ദി അർപ്പിക്കുന്നത് സമുദ്രതീരത്തിൻ്റെ പ്രസിഡന്റ് കൂടിയായ ശ്രീമാൻ ശരചന്ദ്രൻ പിള്ളയാണ്. അദ്ദേഹത്തിനും സമുദ്രയുടെ പേരിലുള്ള സ്വാഗതം ആശംസിച്ചുകൊള്ളുകയാണ്. അജിത് ലാൽ വേദിയിലോട്ട് വരാം. ഇവിടെ എത്തിച്ചേർന്ന ഈ കോഴ്സിൽ എത്തിച്ചേർന്നിരിക്കുന്ന മുഴുവൻ ആളുകൾക്കും ഒറ്റ വാക്കിൽ ഞാൻ എൻ്റെ പേരിലും സമുദ്രയുടെ പേരിലുള്ള സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുകയാണ്. നന്ദി, നമസ്കാരം. ഡോക്ടർ ആർ ജയചന്ദ്രൻ, സമുദ്ര ഫോക്ലോർ അക്കാദമി ചെയർമാൻ അജിത് ലാൽ തുടങ്ങിയവർ ചടങ്ങിന് ആശംസകൾ അർപ്പിച്ചു. പ്രിയപ്പെട്ട ചെയർമാൻ ശ്രീ റൂൾ സിംഗ് അവർ, പ്രിയപ്പെട്ട അച്ഛനമ്മമാരെ, നമ്മുടെ കോഴ്സിൽ പങ്കെടുക്കുവാനെത്തിയിട്ടുള്ള പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം എനിക്ക് മുൻപേ സംസാരിച്ച ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡൻറ്റും അതുപോലെ തന്നെ JSSൻ്റെ ഡയറക്ടറുമൊക്കെ ഇതിനെക്കുറിച്ച് ഒട്ടനവധി കാര്യങ്ങൾ പറഞ്ഞു. നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡൻറ്റ് കുറേ കൂടെ ഗൗരവതരമായ കുറേ കാര്യങ്ങൾ, നമുക്ക് ഗുണകരമാവുന്ന കുറേ കാര്യങ്ങളെക്കുറിച്ച് പറയുകയുണ്ടായി. നമുക്കറിയാം നമ്മുടെ കുറച്ച് ദിവസം മുമ്പുള്ള ചർച്ച കേരളത്തിലെ വ്യവസായ സംരംഭങ്ങൾ 3 ലക്ഷത്തിൽ പരം വരുന്നുണ്ട് എന്ന്, അത് ഉണ്ടെന്നും ഇല്ലെന്നും ഒക്കെ ചർച്ചകൾ നടക്കുന്നു. പക്ഷേ നമ്മുടെ നാട്ടിൽ വ്യവസായ സംരംഭങ്ങൾ വരുന്നുണ്ട്, പക്ഷേ വരുന്നതിനേക്കാൾ വേഗത്തിൽ അത് പൂട്ടുകയാണ് ചെയ്യാറുള്ളത്. സ്വാഭാവികമായിട്ട് ലോൺ എടുക്കുക എന്നുള്ള വലിയ ലക്ഷ്യത്തോടെ വന്ന് ലോണൊക്കെ എടുത്ത് സംരംഭങ്ങൾ ആരംഭിക്കും. പക്ഷേ ഇതിനെക്കുറിച്ച് അറിവില്ലാതെ ആയിരിക്കും പലരും ഈ പദ്ധതി തുടങ്ങുന്നത്. ഇത് മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയാതെ അടച്ചിട്ട പല സ്ഥാപനങ്ങളും എനിക്ക് നേരിട്ടറിയാം. അന്നേരവും നമ്മുടെ നാട്ടിൽ കഴിവ് ഇല്ലാണ്ടില്ല, സ്കില്ല് ഡെവലപ്പ് ചെയ്തെടുക്കാനുള്ള സംവിധാനങ്ങളുടെ അപര്യാപ്തതയും അതുപോലെ അതിലേക്ക് പഠിച്ച് പെട്ടെന്നൊരു ബിസിനസ് തുടങ്ങാൻ ആരും തയ്യാറാവത്തില്ല. പക്ഷേ ഇത്തരം ട്രെയിനിങ്ങുകൾ, അത്തരം വ്യവസായ സംരംഭങ്ങൾ തുടങ്ങാൻ ഗുണകരമായി മാറും എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഏത് സംരംഭം തുടങ്ങുന്നതിനായാലും ചിലപ്പോൾ നമുക്ക് കഴിവുള്ളവരായിരിക്കാം, കഴിവുകൾ തേച്ച് മിനുക്കി എടുക്കുമ്പോൾ മാത്രമേ പൂർണ്ണമായ തോതിലേക്ക് നമുക്ക് വാണിജ്യ തലത്തിലേക്ക് കൊണ്ടുപോകാൻ കഴിയത്തുള്ളൂ. നമുക്കറിയാം നമ്മുടെ മേഖലയിൽ പ്രസിഡന്റ് പറഞ്ഞ പോലെ തന്നെ കാർഷിക മേഖലയിൽ ചിപ്സ് ഉണ്ടാക്കുവാൻ ഈ ഏത്തക്കയുടെ അഭാവം കൊല്ലം ജില്ലയിൽ ഇല്ല. പല സ്ഥാപനങ്ങളും തമിഴ്നാട്ടിൽ നിന്നാണ് ഇത്തരം സ്ഥാപനങ്ങൾ കൊണ്ടുവന്നത്. കൃഷി മേഖലയിൽ തന്നെ വിഭവങ്ങളുടെ അപര്യാപ്തത നിലനിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചക്ക നമ്മുടെ നാട്ടിൽ നിന്ന് തമിഴ്നാട്ടിലേക്കാണ് പോണത്. അത് വലിയ വിലയ്ക്കാണ് അവിടുന്ന് പുറത്തോട്ടും ഒക്കെ അതിൻ്റെ ഓരോ പ്രോഡക്റ്റും നമ്മളെ തന്നെ അവർ കഴിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അത്തരത്തിൽ ഉള്ള വിഭവങ്ങൾ കൃത്യമായി പഠിച്ച് നമുക്ക് മുമ്പോട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ സ്കിൽ ഡെവലപ്പ് ചെയ്തെടുക്കാൻ കഴിയും. അതുപോലെ തന്നെ ഇവിടെ പങ്കെടുക്കാനെത്തിയ പ്രിയപ്പെട്ടവർ, നമ്മുടെ നാട്ടിൽ ഒരുപാട് പേര് ജോലി അന്വേഷിച്ച് നടക്കുന്നവരുണ്ട്. പക്ഷെ ജോലി അന്വേഷിച്ച് നടക്കുന്നതിന് പകരം തൊഴിൽ കൊടുക്കുന്നവരായി മാറുവാൻ നമുക്ക് കഴിയണം. അത്തരത്തിലുള്ള മുമ്പോട്ടുള്ള യാത്രയ്ക്ക് ഇത് ഗുണകരമാവട്ടെ എന്ന് മാത്രം ഞാൻ ആശംസിച്ചുകൊണ്ട് ഇവിടെ വന്ന് ഈ തൊഴിൽ പഠിക്കാൻ എത്തിയിട്ടുള്ള എല്ലാവരും മികച്ച സംരംഭകരായി മാറട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. സമുദ്രതീരം മതേതര വയോജന കേന്ദ്രം പ്രസിഡന്റ് ശരചന്ദ്ര പിള്ള ചടങ്ങിന് നന്ദി പറഞ്ഞു. നമ്മുടെ ഇത് ഉദ്ഘാടനം ചെയ്ത നമ്മളെ MK ശ്രീകുമാർ അവർ, നമ്മുടെ ഇവിടെ ഇതിൻ്റെ ക്ലാസ് നയിച്ച ഉഷാറാണി അവർ, മറ്റ് വേദിയിലും സദസ്സിലിരിക്കുന്ന ശിഷ്യരെ, ഇനിയിപ്പോൾ ഇതിനെക്കുറിച്ച് വിശദമായ ചർച്ചയുടെ ആവശ്യമില്ല.
കാരണം നമ്മളെ ഉദ്ഘാടകനും ഇതിൻ്റെ നമ്മുടെ ശ്രീമതി ഉഷാറാണി ഇതിനെക്കുറിച്ച് വിശദമായി സംസാരിക്കുകയുണ്ടായി. അതുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കിടക്കുകയാണ്. നമ്മുടെ സമുദ്രതീരത്തിൻ്റെ ലൈബ്രറിയുടെ പ്രസിഡൻറ്റും നമ്മുടെ സമുദ്രതീരത്തിൻ്റെ എല്ലാമായ നമ്മുടെ അധ്യക്ഷൻ ശ്രീകണ്ഠ സാറിനെ ഞാൻ ഈ സമുദ്രതീരത്തിൻ്റെ നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഉദ്ഘാടകൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് MK ശ്രീകുമാർ അവർ. അദ്ദേഹം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡൻറ്റും കർഷക സംഘം സംസ്ഥാന അംഗവും അതേ കണക്ക് തന്നെ CPM-ൻ്റെ ഏരിയ കമ്മിറ്റി മെമ്പറുമാണ്. ഈ ഒരു കാലയളവിൽ അദ്ദേഹത്തെ കിട്ടണമെങ്കിൽ, അതായത് നമ്മുടെ CPM-ൻ്റെ സംസ്ഥാന സമ്മേളനം കൊല്ലത്ത് വെച്ചാണ് നടക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ഒരുപാട് ജോലി തിരക്കുകളുള്ള അദ്ദേഹം നമ്മുടെ സമുദ്രതീരത്ത് വന്ന് ഇല്ലാത്ത സമയം ഉണ്ടാക്കി നമ്മുടെ ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ച അദ്ദേഹത്തിന് സമുദ്രതീരത്തിൻ്റെ പേരിലുള്ള നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഇതിനെക്കുറിച്ച് ഈ പ്രോസസ്സിങ് യൂണിറ്റിനെ കുറിച്ച് നല്ലൊരു മോട്ടിവേഷൻ ക്ലാസ് തന്നെ ഇവിടെ നയിച്ച നമ്മളെ ശ്രീമതി ഉഷാറാണി അവർകളെ ഈ വേദിയിൽ ഞാൻ സമുദ്രതീരത്തിൻ്റെ നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ നമ്മളെ ഇത് ഇവിടെ കൊണ്ടുവന്ന നമ്മളെ സമുദ്രതീരത്തിൻ്റെ എല്ലാമായ ചെയർമാൻ റോയൽ സിംഗ് അവരുടെ ഈ സാഹചര്യത്തിൽ ഞാൻ നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ ഇവിടെ ആശംസകൾ അറിയിച്ച അജിത് ലാൽ, മറ്റ് നമ്മുടെ ഇതിൻ്റെ ക്ലാസ്സിനെത്തിയ വിദ്യാർത്ഥികളെന്ന് ഞാൻ പറയാതുള്ളൂ. എന്ന് വെച്ചാൽ ഒരു കോഴ്സ് പഠിക്കുമ്പോൾ അവർ വിദ്യാർത്ഥികളാണ്. അങ്ങനെയുള്ള നമ്മളെ സഹോദരന്മാർക്കും ഈ വേദിയിൽ ഞാൻ സമുദ്രതീരത്തിൻ്റെ നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ നമ്മളെ ഇവിടുത്തെ അച്ഛനമ്മമാർ, ഇവിടുത്തെ സ്റ്റാഫുകൾ, മറ്റെല്ലാവർക്കും സമുദ്രതീരത്തിൻ്റെ നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു.